ഓക്കെ എല്ലാം ആവശ്യത്തിന് വല്ലതും വേണമെന്ന്. നല്ല കറി, ഇച്ചിരി ഉണക്കമീനോട് ആ കറിക്കകത്ത് ഇടുവാണോ അതുപോലെ മീൻ്റെ ടേസ്റ്റ് തന്നെ. ഉണക്കമീൻ വേണ്ട വേണ്ട, അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രുചിയുണ്ട്. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. കർക്കിടകം 1 മഴയോട് കൂടി തന്നെയാണ് കർക്കിടകം വരുന്നത്. ഈ കർക്കിടക മാസത്തിൽ പണ്ട് സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ഓർക്കരുത്. അന്നൊന്നും കുടയൊന്നുമില്ല, വാഴയില വെട്ടി അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ പോയി. ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. പല ആൾക്കാർക്ക് കാര്യമാണ് ഞാൻ പറഞ്ഞ്. ഏതായാലും നമുക്ക് ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കറി വേണ്ടേ? അപ്പോഴാണ് കുറച്ച് കോവയ്ക്ക ഇരിക്കുന്നുണ്ട്. കുടംപുളിയിട്ട് ഒരു കോവയ്ക്കക്കറി വെച്ചാലും. ഇപ്പോൾ വേറെ രണ്ട് മീനൊക്കെ നല്ല വിലയാണ്. ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ 10, 250, 300 രൂപ കൊടുത്തൊക്കെ മീൻ മേടിച്ച് കറി വെക്കാൻ പാങ്ങില്ലാത്ത ആൾക്കാരുമുണ്ട്. എന്നാൽ അതിൻ്റെ ആ ടേസ്റ്റ് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ കുടംപുളിയിട്ട് ആ കോവയ്ക്ക കറി എങ്ങനെ തിന്നാൻ നോക്കാം. ഇപ്പോൾ നമ്മളൊരു 10-15 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇതേപോലെ ഈ 2 ഭാഗവും കളഞ്ഞിട്ട് ഇതുണ്ട് ഇതേപോലെ ഒരെണ്ണം ഒരു 4ആയിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല നീളമുള്ളതുകൊണ്ടാണ് ഞാനത് 4ആയിട്ടൊക്കെ മുറിച്ചെടുക്കുന്നത്. ഈ കോവയ്ക്കാന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണ്ട. അതെ, നമ്മുടെ നാട്ടിൻപുറത്തെ ഈ വേലിക്കലും ഒക്കെ ഇങ്ങനെ പടന്ന് കിടക്കുന്ന ഒരു ഐറ്റമാണ്. എന്നാൽ അത്യാവശ്യം നമുക്ക് ഓടിച്ചെന്ന് എന്തെങ്കിലും ഒരു കറി വെക്കാനോ തോരൻ വെക്കാനോ അല്ല മെഴുക്ക് പുരട്ടിക്കോ ഒക്കെ ഓടിച്ചെന്ന് നമ്മൾ ചെന്ന് പറിച്ചെടുക്കുന്ന അതായിരിക്കും അല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഐറ്റമാണ് ഈ കോവയ്ക്കാന്ന് പറയുന്നത്. ചുമ്മാ ആയാലും തിന്നാം. ഇതാകുമ്പോൾ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഒരു കോവയ്ക്ക 4ആയിട്ട് മുറിച്ചത് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇതൊരു 10-15 എണ്ണത്തിൽ കൂടുതലില്ല കേട്ടോ. ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉണ്ടെന്ന് തോന്നും. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഇത് നാടൻ കറിയല്ലേ, അപ്പോൾ ചട്ടിക്കകത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ആദ്യം ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പണ്ട അളവ് മാത്രമില്ലേ, 50 ഗ്രാം വെളിച്ചെണ്ണ, 1 ഗ്രാം വെളിച്ചെണ്ണ ഇതേപോലെ. ഇപ്പോൾ അത് ഓർമ്മ വന്നു ഈ പാത്രം കണ്ടത്. അപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 5-8 കൊച്ചുള്ളി ഒന്ന് ചതച്ചത്, അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി, 2-3 പച്ചമുളക് അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്കാൻ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കോവയ്ക്കാൻ കൂടെ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പം നമുക്ക് ഒരു 2 മിനിറ്റെങ്കിലും ഈ കോവയ്ക്ക ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് സമയം വേണ്ട, 2 മിനിറ്റ് മാത്രം എടുത്താൽ മതി. അതെ, ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെയാണ്. ഇതേപോലെ 1/6 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇച്ചിരി മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം ഇത് ചോറിന് കൂടെ ഒരു ഒഴിച്ചു കറിയാണ്, അതനുസരിച്ച് വേണം. വെള്ളം ഒരുപാട് നീട്ടും പോകണ്ട, എന്നാൽ അത്യാവശ്യം വെള്ളം വേണമെന്നാണ്. അപ്പം നമുക്കിത് കോവയ്ക്ക വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് തൽക്കാലം ഇതൊന്ന് അടച്ചു വെക്കാം, തിളയ്ക്കട്ടെ. ഇനി വേണ്ടത് ഇതിന് അത്യാവശ്യം ഇച്ചിരി അരപ്പൊക്കെ വേണം. അപ്പോൾ ഇതേപോലെ ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ഈ ജാറിലോട്ട് ഒരു 2 പിടി തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഇപ്പോൾ അരപ്പിന് ആവശ്യമുള്ള തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിനകത്തിട്ട് ഇടുകയാണ്. ഇപ്പോൾ ടോട്ടൽ 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ, തുറന്ന് നോക്കാം. ഇപ്പം എന്തേ വേണ്ട, നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു 1-2 കഷ്ണം പുളി, അതായത് പുളി ആവശ്യത്തിന് ചേർക്കുക എന്നുള്ളതാണ്. ഈ പുളിയും ഈ വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ചില പുളിയൊക്കെ നല്ല പുളിയുണ്ട്, അപ്പോൾ പുളി അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഒരല്പം കറിവേപ്പില അതുകൂടെ ഇട്ട് കൊടുക്കുക.
ഇപ്പം ഞാൻ ഈ കുടംപുളിയെ ചേർത്ത് ഒരു പക്ഷേ വാളംപുളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണം വാളംപുളി ചേർക്കാവുന്നതാണ്. പുളി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പുളി ചേർത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ, കോവയ്ക്ക നല്ലപോലെ വേകണം. ഇനി ഇത് നല്ലപോലെ അരച്ചോണ്ട് വരട്ടെ. ഇപ്പം വേണ്ടേ നല്ല പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരല്പം വെള്ളം കൂടെ ഒഴിച്ചാണ് ഞാനത് അരച്ചേട്ടോ. വേണ്ട നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് തുറന്ന് നോക്കാം, കോവയ്ക്കൊക്കെ വെന്തോന്ന് നോക്കണം. ഇളക്കിയിട്ട് ഇപ്പം വേണ്ട കോവയ്ക്കൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേഗണം കേട്ടോ. ഇപ്പോൾ കോവയ്ക്കൊക്കെ വെന്തതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കും. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കും. ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടി എടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ അരപ്പും വെള്ളവും കൂടെ ഒഴിക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ അരപ്പിൻ്റെ ഒരു പച്ചച്ചവയുണ്ട്, അതൊന്ന് മാറാൻ വേണ്ടിയാണ്. തിളച്ച് പോകാൻ ചെറിയൊരു തിള വരത്തില്ലേ, ആ സമയത്ത് വേണം ഇത് മാറ്റി വെക്കാൻ. ഇതുണ്ട് ഇതേപോലെ ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും അടുപ്പം നമുക്ക് മാറ്റാം. നമുക്കറിയാമല്ലോ ഇതേപോലുള്ള കറികളൊക്കെ വെക്കുമ്പോൾ താളിച്ചൊഴിക്കണം, അപ്പോഴാണ് ആ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് താളിച്ചൊഴിക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷത്തെ ഒരല്പം ഒരു നുള്ളു ഉലുവ. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3-4 കൊച്ചുള്ളി അരിഞ്ഞത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക് അത് ഇട്ടു. ഉള്ളിയൊക്കെ ഒന്ന് മൂക്കട്ടെ. ഒരു 2 കറിവേപ്പിലയും കൂടെ മുട്ടിട്ട് കൊടുക്കും. പലരും അന്വേഷിച്ച ഒരു വ്യക്തി അടുത്ത് ഇപ്പുണ്ട്, വേറെ ആരുമില്ല, ഷംല. പലർക്കും അറിയാമല്ലോ, വീണ് വയ്യാതിരിക്കുകയായിരുന്നു. ബെൽറ്റൊക്കെ ഇട്ട് നടക്കുക. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഞാൻ വരുമ്പോഴൊക്കെ നടന്ന് ബെൽറ്റ് ഇട്ടുകൊണ്ട് നടക്കുക. ഒത്തിരി വേദനയ്ക്ക് കുറവുണ്ട്. രാവിലെ എണ്ണിക്കാൻ നേരം ഭയങ്കര വേദനയാണ്. ഇത് പതിനെട്ട് വേദന ഉണ്ട്, ഞാൻ കുഴപ്പമില്ല. എന്തെങ്കിലും വെണ്ടിച്ചെടുക്കാൻ പറിച്ചതിന് എനിക്ക് തന്നിട്ട് അത് തന്നെ പറിച്ചെന്നോട് ഉപകാരം ചെയ്യുന്നു. അപ്പം പലരും ചോദിച്ചായിരുന്നു കേട്ടോ, കമൻറ്റിൽ കൂടെ പറഞ്ഞ് ചോദിച്ച ഷംലാത്തയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, വേദനയൊക്കെ കുറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് നടക്കാൻ പറ്റുന്നെങ്കിൽ വന്ന് നടക്കുക. കാര്യം ഒരുപാട് ദൂരമൊന്നും വീട്ടിൽ വെളിയിലോട്ടൊന്നും പോകുന്നൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ കിടന്ന് മട്ടക്കറങ്ങുക. അപ്പം വന്നിവിടെ നിന്ന് പറയാൻ പറഞ്ഞു നമ്മുടെ പ്രേക്ഷകരോട്. ആരോ ഇഷ്ടം നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവരൊക്കെ ചോദിക്കുന്നത്. അതിപ്പോൾ എല്ലാവരും പറഞ്ഞ ഡോക്ടർ പറഞ്ഞോ ഇങ്ങനെ ബെൽറ്റ് ഇട്ടോണ്ട് കാണാം, എവിടെയൊക്കെ പോകുമ്പോഴും ബെൽറ്റ് ഇട്ടോണ്ട് പോകണം 1 മാസത്തേക്ക്. അല്ലാതെ പിന്നെ കട്ടയായിട്ട് പണിയൊന്നും എടുക്കേണ്ടെന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് ഈ ഒരു വലത്ത് സൈഡിലാണ് നല്ല ഇടി കിട്ടിയിരിക്കുന്നത്. നല്ല കോളായി. അപ്പോൾ പയ്യെ ഒത്തിരി സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല, വെയിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ജോലിയൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, അല്ല അരിഞ്ഞോ പിടിച്ചോ ഒക്കെ ചെയ്യുന്നു. ഞാനൊന്ന് വീണപ്പോഴത്തേക്ക് എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഞാനൊരു നന്ദി പറയുന്നു. ഇത്രയും പേര് എത്ര പേര് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു. ഞാൻ ഓർത്തില്ല ഞാനിങ്ങനെ എണ്ണിച്ച് നിൽക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടും കൂടി തന്നെയാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഈ നിൽക്കുന്നത്. എൻ്റെ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് ഇനി ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പയ്യെ വേദന ഡോക്ടറും എല്ലാവരും പറഞ്ഞ് കുറച്ച് പയ്യെ മാറത്തുള്ളെന്ന് പറഞ്ഞു. ശരിയായിരിക്കും, ചതവല്ലേ. അപ്പോൾ ആ വേദന ഞാൻ ഇച്ചിരി കൂടെ സഹിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതേ താളിയിലെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു. അടുപ്പൊക്കെ നിർത്താം. അപ്പോൾ ഈ താളിച്ചത് നമുക്ക് അങ്ങോട്ട് വെച്ചു. ഈ താളിച്ചൊക്കെ കറിയുടെ മേലോട്ട് ഒഴിക്കും പ്രത്യേക ഒരു മണം അല്ലേ, മണവും രുചിയും. അപ്പം ഇതൊന്ന് ഇളക്കി ഈ കറി ഒന്ന് നോക്കിക്ക്. ഷംലാക്ക് ഇഷ്ടപ്പെട്ടോ? കാണുമ്പോഴേ അറിയാം. നോക്കാം എല്ലാം ആവശ്യത്തിന് വല്ലതും വേണമെന്ന്. നല്ല കറി, ഇച്ചിരി ഉണക്കമീനോട് ആ കറിക്കകത്ത് ഇടുവാണോ അതുപോലെ മീൻ്റെ ടേസ്റ്റ് തന്നെ. ഉണക്കമീൻ വേണ്ട വേണ്ട, അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രുചിയുണ്ട്. ഒന്നാമത് ഇച്ചിരി ബി പി ഉള്ള ആളാണ്, ഉണക്കമീൻ ഇട്ടെങ്കിൽ ബി പി കൂട്ടണ്ട. പക്ഷെ അതേ ടേസ്റ്റ് അനുസരിച്ചാ മീൻ്റെ ടേസ്റ്റ് തന്നെ ആ കറി വെച്ചിട്ട്. ഇതേ ടേസ്റ്റിൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇല്ലേ, പല ആൾക്കാർക്കും അറിയാം. നമ്മൾ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ.
ഒരു 5-6 കോവയ്ക്ക ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കറി മീൻ ഒഴിവാക്കിക്കൊണ്ട് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചോറിൻ്റെ ഒരു പറ്റിയൊരു കറിയാണ്. അറിയാൻ മേലാത്ത പിള്ളേർക്കാണെങ്കിലും പെട്ടെന്ന് ഇതൊന്നും ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, ഒരു നാടൻകറി ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.